Hello friends, welcome to Resolute Academy. Puzzles and seating arrangement. ഏതൊരു ബാങ്ക് എക്സാമിന്റെ ആസ്പിറൻസിന് വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു ടോപ്പിക്കാണ്. പലർക്കും ഇത് വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നലുള്ള ടോപ്പിക്കാണ്. സോ ഇന്ന് തൊട്ട് നമ്മൾ അതിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഈ സീരീസ് നടക്കുക. മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ. ആ 3 ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് പസിലിന്റെ വീഡിയോസ് ഉണ്ടാവും. ആദ്യത്തെ 5 വീഡിയോസ് ഞാൻ ബേസിക് ലെവലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ വീഡിയോയിലൊക്കെ 2 പസിൽസ് ഉണ്ടാവും. ആദ്യത്തെ 5 എണ്ണത്തിന്. അത് കഴിഞ്ഞിട്ട് മോഡറേറ്റ് ലെവലും പിന്നെ നമ്മൾ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടിയിട്ട് വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ എൻഡ് വരെ ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് തുടങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഈ പസിൽ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണെന്നുള്ള ചിന്ത പലരും എന്നോട് ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, സാർ ഇതിനെ കൊണ്ട് പറ്റുമോ ഇല്ല, ഇതെനിക്ക് ചെയ്തിട്ട് സമയത്ത് കിട്ടുന്നില്ലല്ലോ, ശരിക്കും സമയം എടുക്കുന്നത്. യു ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഇന്ന് നിങ്ങൾക്ക് പലതും അറിയാന്നുള്ളത് ഒരു കാലത്ത് എപ്പോഴോ ഒന്നും അറിഞ്ഞൂടാത്ത ഒരു സ്പേസ് ആയിരുന്നു. സോ അതുപോലെ തന്നെയാണ് പസിൽ. സോ ഇന്ന് നിങ്ങൾക്ക് അത് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നു. കുറെ ക്വസ്റ്റൻസ് ചെയ്തു വരുമ്പോൾ ആ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നില്ല. ഇന്നിപ്പോൾ ഈസി ലെവൽ ക്വസ്റ്റൻസും ആദ്യത്തെ വർഷം കാണുന്ന വീഡിയോ ഫസ്റ്റ് ടൈം ഈ പസിൽ കാണുന്നവർക്ക് ഈസി ലെവൽ ക്വസ്റ്റൻ പോലും ചാലഞ്ചിങ് ആയിട്ട് തോന്നാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചെയ്തു വരുമ്പോൾ ഈസി ലെവൽ ക്വസ്റ്റൻസ് ഒന്നും തോന്നില്ല. പിന്നെ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റൻ ആയിരിക്കും ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് പ്രാക്ടീസ്. ആബ്സൊല്യൂട്ട്ലി ഡിഫിക്കൽട്ട് എന്നുള്ള ഒരു സാധനവും ഇല്ല. എല്ലാം കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മളെ കൺട്രോളിൽ വരുന്ന സാധനം തന്നെയാണ്. സോ ഈ പറ്റില്ല നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് വളരെ എന്റർടൈനിങ് അല്ലെങ്കിൽ എൻജോയ്മെന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു ഫൺ എക്സസൈസ് ആയിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസണിങ് അല്ലെങ്കിൽ പസിൽസ് വളരെ സ്ട്രോങ് ഹോൾഡ് ആയി മാറും. ആൻഡ് ബാങ്ക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം റീസണിംഗിൽ സ്കോർ ചെയ്യണമെങ്കിൽ പസിലിൽ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടാവണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ബേസിക് ആയിരിക്കും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം ആൻഡ് ദെൻ ഐ വിൽ സോൾവ് ദ പസിൽ. ആൻഡ് പസിലിൽ ഒരു ഷോർട്ട് കട്ട് അപ്രോച്ചോ അല്ലെങ്കിൽ ഒരു റൂൾ അപ്ലൈ ചെയ്ത് എല്ലാത്തിനും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ച് ഇല്ല. ഓക്കെ, ഞാനിവിടെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച് പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിനെ ഇംപ്രൂവ് ആക്കി എടുക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. നൗ നമുക്ക് പസിലിൽ ബേസിക്കലി 3 ടൈപ്പിന്റെ അറേഞ്ച്മെന്റ്, ബേസിക് ആയിട്ട് 3 ടൈപ്പിന്റെ അറേഞ്ച്മെന്റ് ഉണ്ട്. അതിനെ ബിൽഡപ്പ് ചെയ്തിട്ടാണ് വേറെ അറേഞ്ച്മെന്റ്സ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സർക്കുലർ അറേഞ്ച്മെന്റ്. സർക്കുലർ അറേഞ്ച്മെന്റ് എന്താണ്? ഒരു സർക്കിളിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സർക്കിളിൽ കുറച്ച് പേര് ഇരിക്കുന്നത്, സേ ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ പാന സെലക്ട് ചെയ്തോട്ടെ. ഓക്കെ, സോ നമുക്ക് സർക്കിളിനകത്ത് തന്നെ 2-3 രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് ഇൻസൈഡ് അറേഞ്ച്മെന്റ്, പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് ഔട്ട്സൈഡ് അറേഞ്ച്മെന്റ്, പിന്നെ മൂന്നാമത്തത് സം ആർ ഇൻസൈഡ്, എന്നുവെച്ചാൽ കുറച്ച് പേര് ഇൻസൈഡും കുറച്ച് പേര് ഔട്ട്സൈഡും, ആൻഡ് സം ആർ ഔട്ട്സൈഡ്. ഓക്കെ, പിന്നെ നാലാമത്തെ വേറെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ബ്ലഡ് റിലേഷൻ കൂടെ കയറി വരുന്ന ക്വസ്റ്റൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം ജസ്റ്റ് ബേസിക്സ് മാത്രം മനസ്സിലാക്കുക. നമ്മളിപ്പോ സപ്പോസ് ഈ സർക്കുലർ അറേഞ്ച്മെന്റിൽ നമ്മൾ പറയാണ് 8 ആൾക്കാർ ഇരിക്കുകയാണ്. ഓക്കെ, 8 ആൾക്കാർ ഇരിക്കുകയാണ്. 1 2 3 4 5 6. ഓക്കെ, ആൻഡ് ഈ 8 പേരും ഇൻസൈഡ് ആയിട്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, പസിൽസിൽ അല്ലെങ്കിൽ സെറ്റിംഗ് അറേഞ്ച്മെന്റ്സിലായാലും അവര് ഇൻസൈഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് അല്ലെങ്കിൽ നോർത്ത് ഫേസിംഗ് സൗത്ത് ഫേസിംഗ് പൊതുവെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ, സർക്കിളിന്റെ കേസിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇൻസൈഡ് ആണ്, ഡീഫോൾട്ട് ആയിട്ട് ഇൻസൈഡ് ആയിരിക്കും. അതുപോലെ ലീനിയർ അറേഞ്ച്മെന്റിൽ നോർത്തും സൗത്തും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നോർത്ത് ആയിട്ടാണ് ഡീഫോൾട്ട് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇൻസൈഡ് എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും എന്താണ്, ഉള്ളിലോട്ട് നോക്കിയിരിക്കുകയാണ്, എല്ലാവരും ഇൻസൈഡ് ഫേസിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അറിയേണ്ടത് ലെഫ്റ്റും റൈറ്റും ഡയറക്ഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതാണ്. ഇത് പസിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പലർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ പറയാണ്, സേ എനെ ഞാൻ ഇവിടെ എടുത്താണ്, എ ഇവിടെ എടുത്താണ്. എന്നിട്ട് ഞാൻ പറയാണ് ബി സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ. ബി എന്താണ്? എയുടെ സെക്കൻഡ് ടു ദ റൈറ്റ് ആണ് എന്നാണ് പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഇൻസൈഡ് അറേഞ്ച്മെന്റ് ആയിരിക്കുമ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ഇതാണ് റൈറ്റ്, ആന്റി ക്ലോക്ക് വൈസ് ആണ് റൈറ്റ്. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് എന്താണ്? ക്ലോക്ക് വൈസ് എന്താണ്? ലെഫ്റ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇൻസൈഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് റൈറ്റും ക്ലോക്ക് വൈസ് ലെഫ്റ്റും. അപ്പൊ നമ്മളോട് എന്താണ് പറഞ്ഞത്? എയുടെ സെക്കൻഡ് ടു ദ റൈറ്റ് അല്ലേ? സെക്കൻഡ് ടു ദ റൈറ്റ് എങ്ങനെയാണ് എണ്ണേണ്ടത്? എ ഇവിടെ ഇരിക്കുന്നു, ആ പൊസിഷൻ വിട്ടേക്ക്. നമ്മൾ എണ്ണാൻ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? തൊട്ടടുത്ത് ഇരുന്ന്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഓക്കെ, ഞാൻ വളരെ ബേസിക് ലെവലിൽ നിന്ന് പറഞ്ഞു തരാണ്. ചിലർക്ക് ഇതൊക്കെ ഓൾറെഡി അറിയായിരിക്കാം. സോ എ ഇവിടെ ആണെങ്കിൽ സെക്കൻഡ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും. സോ ബി എന്ത് വരും? ഇവിടെ വരും. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. ഇപ്പൊ ഞാൻ പറയാണ്, സി സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബി.
ബിയുടെ തേർഡ് ടു റൈറ്റ് സി ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താണ് ഇൻസൈഡ് അറേഞ്ച്മെന്റ് അല്ലേ? റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ബിയുടെ തേർഡ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എണ്ണാൻ തുടങ്ങണം? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതായിരിക്കും സി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ദിസ് ഇസ് വാട്ട് വി മീൻ ബൈ ഇൻസൈഡ് അറേഞ്ച്മെന്റ് ഉള്ള അറേഞ്ച്മെന്റ്സ്, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻസ് എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്നാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നൗ നമുക്ക് ഔട്ട്സൈഡ് അറേഞ്ച്മെന്റ് കേസ് ഡിസ്കസ് ചെയ്യാം. സോ ഇതേ കാര്യം ഞാൻ ഔട്ട്സൈഡ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. അതേപോലെ ഇത് ഔട്ട്സൈഡ്, ഇത് ഔട്ട്സൈഡ്. 8 പേര് ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഔട്ട്സൈഡ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഔട്ട്സൈഡ് ആണ്. ഞാൻ നേരത്തെ ഇൻസൈഡിന്റെ കേസ് എന്താണ് പറഞ്ഞത്? റൈറ്റ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസും ലെഫ്റ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസും. അപ്പൊ ഔട്ട്സൈഡ് ആവുമ്പോൾ എന്താവും? നേരെ തിരിയും. ഈ ആന്റി ക്ലോക്ക് വൈസ് എന്താണ്? ലെഫ്റ്റ് ആവും. ദിസ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ഇത് ലെഫ്റ്റ് ആവും. ആൻഡ് ഇങ്ങോട്ട് എന്താവും? റൈറ്റ് ആവും. ഓക്കെ, ഇതെന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൈറ്റ് ആവും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ലെഫ്റ്റ് ആവും. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ നോക്കാം. എനെ ഇവിടെ പ്ലേസ് ചെയ്തു ആൻഡ് ബി സെക്കൻഡ് ടു ദ റൈറ്റ് എന്ന് പറയാണ് എയുടെ. അപ്പൊ ഇത് ഔട്ട്സൈഡ് അറേഞ്ച്മെന്റ് ആണ്. നേരത്തെ നമ്മൾ സെക്കൻഡ് ടു ദ റൈറ്റ് അങ്ങോട്ടാണ് പോയത്. ഇനി സെക്കൻഡ് ടു ദ റൈറ്റ് എങ്ങോട്ട് പോകും? 1, 2. ആർ വി ക്ലിയർ വിത്ത് ദിസ്? സെക്കൻഡ് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ എയുടെ അവിടെ വെച്ച് എണ്ണാൻ തുടങ്ങരുത്. അടുത്ത പൊസിഷൻ തൊട്ട് ഫസ്റ്റ്, സെക്കൻഡ്. അപ്പൊ ബി എന്തായിരിക്കും? ഇവിടെ. ക്ലിയർ? ഇനി ഞാൻ പറയുന്നത് സി സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി. സി എന്താണ്? ബിയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. ഇത് ഔട്ട്സൈഡ് അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് ലെഫ്റ്റ് എങ്ങോട്ടാണ്? ലെഫ്റ്റ് നമുക്ക് ഇങ്ങോട്ടല്ലേ? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പൊ ബിയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരണം? ഇങ്ങോട്ട് വരണം. ഓക്കെ, റൈറ്റ് ആയിരുന്നെങ്കിൽ അങ്ങോട്ട് പോയനെ, ലെഫ്റ്റ് ആണെങ്കിൽ ഇങ്ങോട്ട്. സോ ദിസ് ഈസ് another basic information that you need to know while you are solving a puzzle question or a sitting arrangement question. ഈ ഡയറക്ഷൻസ് എങ്ങനെ മൂവ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിലിപ്പോ ഞാൻ ഇൻസൈഡ് മാത്രം അല്ലെങ്കിൽ ഔട്ട്സൈഡ് മാത്രം എന്നുള്ള എക്സാമ്പിൾ കാണിച്ചു. ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻസൈഡ് ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് വരാം. ചിലർ ഇൻസൈഡ് ആണ്, ചിലർ ഔട്ട്സൈഡ് ആണ്. അത് കൃത്യമായിട്ട് ആരും ചിലപ്പോൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ അതിന്റെ കൂടെ ബ്ലഡ് റിലേഷൻ അഡീഷൻ വരാം. ഓക്കെ, ഇതൊക്കെ എല്ലാം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു റൂൾ ഓഫ് ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത്, നമുക്ക് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ 8 പേര് ഇരിക്കുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ആൻഡ് ഇതിലെല്ലാവരും ഇൻസൈഡ് ഫേസിങ് ആണെന്ന് വിചാരിച്ചു. എ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ പറയാണ് ബി സിറ്റ്സ് ടു ദ റൈറ്റ് ഓഫ് എ. ഓക്കെ, ബി സിറ്റ്സ് ടു ദ റൈറ്റ് ഓഫ് എ. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റിൽ ബി എയുടെ ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വരും? ഇത് ഇൻസൈഡ് ആയതുകൊണ്ട് ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഇവിടെ ബി പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇമീഡിയറ്റ് റൈറ്റ് അല്ല, ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ബി നമുക്ക് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം? ഇവിടെയും പ്ലേസ് ചെയ്യാം, ഇവിടെയും പ്ലേസ് ചെയ്യാം, ഇവിടെയും പ്ലേസ് ചെയ്യാം, ഇവിടെയും പ്ലേസ് ചെയ്യാം, ഇവിടെയും ഇവിടെയും ഇവിടെയും, മൊത്തത്തിൽ എല്ലായിടത്തും പ്ലേസ് ചെയ്യാലോ. ഓക്കെ, അത് എല്ലാം പോസിബിലിറ്റീസും ഉണ്ട്. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്. വിത്ത് മൈ എക്സ്പീരിയൻസ് ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ഐ ഹാവ് സോൾവ്ഡ്, ഇതേപോലത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ സർക്കുലർ അറേഞ്ച്മെന്റിൽ ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട്, ഫസ്റ്റ് പോസിബിലിറ്റി ആയിട്ട് നമ്മൾ ഇമീഡിയറ്റ് റൈറ്റ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. 90% ഓഫ് ദ കേസസിൽ അത് തന്നെ ആയിരിക്കും ആൻസർ. അത് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അത് വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പോസിബിലിറ്റീസ് അറേഞ്ച് ചെയ്തതിനു ശേഷം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറയാതെ പൊതുവേ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് എടുക്കാറില്ല. ബട്ട് സർക്കിളിന്റെ കേസിൽ നമുക്ക് അത് മൊത്തത്തിലെ ഇങ്ങനെ ഇത്രയും പോസിബിലിറ്റീസ് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമീഡിയറ്റ് റൈറ്റ് എന്നുള്ള പോസിബിലിറ്റി എടുത്ത് ട്രൈ ചെയ്യുക. അത് കറക്റ്റ് ആണെന്ന് ഞാൻ 100% അല്ല പറയുന്നത്. ഗെറ്റിംഗ് മൈ പോയിന്റ്? നമുക്ക് ലീനിയറിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പോസിബിലിറ്റീസ് ഉണ്ട്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, സോ സർക്കിളിൽ നമുക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്ര തന്നെയാണ്. നമുക്ക് അടുത്തത് നോക്കേണ്ടത് ലീനിയർ അറേഞ്ച്മെന്റ്, സോറി ലീനിയർ അല്ല, ഫ്ലോർ ബേസ്ഡ് അറേഞ്ച്മെന്റിൽ ഇതിൽ കുറച്ച് ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സപ്പോസ് നമ്മളുടെ പറയാണ് 8 ആൾക്കാർ ഫ്ലോറിൽ താമസിക്കുകയാണ്. പൊതുവെ നമ്മുടെ ഫ്ലോർ ബേസ് പസിലിൽ പറയും ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിരിക്കും, സെക്കൻഡ് ഫ്ലോർ, പിന്നെ അടുത്ത സെക്കൻഡ് ഫ്ലോർ. നമ്മൾ പൊതുവേ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ വേറെ ഉണ്ടാവും, അതിന് ശേഷമാണ് ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. പക്ഷേ നമ്മുടെ പസിൽ ക്വസ്റ്റൻസിൽ ഏറ്റവും ലോവസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഇട്ടാണ് പൊതുവേ തുടങ്ങുന്നത്. എക്സ്ട്രാ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കാര്യം. ഓക്കെ, സോ നമുക്ക് 8 ഫ്ലോർസ് 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, എ സ്റ്റേസ് ഓൺ ഫ്ലോർ നമ്പർ 1. എ സ്റ്റേസ് ഓൺ ഫ്ലോർ നമ്പർ 1. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എ ഇത് ഫിക്സ്ഡ് ഇൻഫർമേഷൻ അല്ലേ, ഡെഫിനറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എവിടെ താമസിക്കുന്നുണ്ട്? എ ഫ്ലോർ നമ്പർ 1ലാണ് താമസിക്കുന്നത്.
ഓക്കെ, ഇനി അടുത്തൊരു ഇൻഫർമേഷൻ പറയുന്നുണ്ട്. ബി സ്റ്റേസ് 2 floors above എ. ബി എന്താണ്? എക്ക് 2 ഫ്ലോർ മുകളിലാണ് താമസിക്കുന്നത്. നമ്മൾ നേരത്തെ സെക്കൻഡ് ടു ദ റൈറ്റ് ആയിരുന്നപ്പോൾ നമ്മൾ എങ്ങനെ എണ്ണുമായിരുന്നു? ആ ഫസ്റ്റ് എന്തിന്റെ സെക്കൻഡ് ടു റൈറ്റ് പറയുന്നോ ആ ആളുടെ അടുത്ത പൊസിഷൻ വെച്ചിട്ട് നമ്മൾ എണ്ണുമായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് എന്ന്. അതുപോലെ 2 floors above എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെയാണ് എണ്ണേണ്ടത്. ഇതിന്റെ മുകളിൽ 1 2 ഫസ്റ്റ് സെക്കൻഡ് 2 floors above അർത്ഥം ഗ്യാപ്പ് 1 വരുള്ളൂ അതിന്റെ രണ്ടാമത്തെ ഫ്ലോറിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ബിയുടെ എയുടെ 2 floors above എന്ന് പറയുമ്പോൾ 1 2. പലരും എന്ത് ചെയ്യുന്ന വെച്ചാൽ എ ഇവിടെ വെച്ചിട്ട് 2 floors above എന്ന് പറയുമ്പോൾ 1 2 പിന്നെ ഇവിടെ കൊണ്ട് വെച്ച് ബി വയ്ക്കും. അത് തെറ്റാണ്. 1 2. ഓക്കെ, 3 floors above എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3. ഓക്കെ, ഇപ്പൊ ഇതിനെ ഈ സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറയാം, there are 2 floors between A and B എന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ B is 3 floors above A എന്ന് പറയാം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ രീതിയിൽ വേണം ചെയ്യാൻ. 2 floors above എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ ഏത് എലിമെന്റ് ആണോ അതിന്റെ മുകളിൽ ഫസ്റ്റ് സെക്കൻഡ്. 3 floors എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഗെറ്റിംഗ് മൈ പോയിന്റ്? നടുക്ക് 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 പേരെ സ്പേസ് ഇടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇൻഫർമേഷൻ ദാറ്റ് യു നീഡ് ടു നോ. ഇതിലും ഞാൻ പറഞ്ഞതുപോലെ ഇമീഡിയറ്റ്ലി അബോവ് ഇമീഡിയറ്റ്ലി ബിലോ പറയാതെ ഒരിക്കലും ഇമീഡിയറ്റ് ആയിട്ട് എടുക്കരുത്. പോസിബിലിറ്റീസ് വേറെ ഉണ്ടാവാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിനെ ഡെഡ്യൂസ് ചെയ്ത് ബെറ്റർ പോസിബിലിറ്റീസ് യൂസ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള പോസിബിലിറ്റീസ് കുറയ്ക്കാൻ പറ്റും, അത് നമുക്ക് നോക്കാം. ഓക്കെ, നൗ സി, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാണ്, ദാറ്റ് ഈസ് എ സ്റ്റേസ് ഓൺ odd number floor. odd number floor. A odd number floor എന്ന് പറയുമ്പോൾ odd number ഏതൊക്കെയാണുള്ളത് നമുക്കിവിടെ? 1 odd ആണ്, 3 odd ആണ്, 5 odd ആണ്, 7 odd ആണ്. ഓക്കെ, സോ എക്ക് എവിടെയൊക്കെ വരാം? എക്ക് 4 പോസിബിലിറ്റീസ് ഇല്ലേ? എ എവിടെയൊക്കെ വരാം? 1 വരാം, 3 വരാം, പിന്നെ 5 വരാം, അതേപോലെ 7 വരാം. സോ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 4 പോസിബിലിറ്റീസ് തരാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ 4 പോസിബിലിറ്റീസ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് ആ ക്വസ്റ്റ്യൻ തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ പോസിബിലിറ്റീസ് ചെയ്ത് തീർക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ കാണാൻ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ അതിന്റെ പുറത്ത് വേറെ പോസിബിലിറ്റീസ് വരും. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരണം, എനിക്ക് ഈ 4 പോസിബിലിറ്റി എങ്ങനെ കുറയ്ക്കാൻ പറ്റും? എക്ക് ഇപ്പൊ 4 പോസിബിലിറ്റി കിടക്കുന്നത്, ഓഡ് നമ്പർ ഫ്ലോർസ് എന്ന് പറഞ്ഞു. 4 പോസിബിലിറ്റി എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന് വെച്ചാൽ സിമ്പിൾ വേ ആണ്. നമുക്ക് എനെ കുറിച്ചോ അല്ലെങ്കിൽ ഓഡ് നമ്പർ ഫ്ലോർസിനെ കുറിച്ചോ നമുക്ക് എന്തെങ്കിലും വേറെ ഇൻഫർമേഷൻ കിട്ടണം. ഒന്നീ എനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടണം, അല്ലെങ്കിൽ ഈ കിടക്കുന്ന ഫ്ലോർസിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണം. ആ അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടിയാൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോസിബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പാതി വരെ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു പോയപ്പോഴും വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുകയാണ്. എന്താണ്? എ ഡസ് നോട്ട് സ്റ്റേ above floor number 4. ഓക്കെ, എ എന്ത് ചെയ്യുന്നില്ല? 4ാമത്തെ ഫ്ലോറിന്റെ മുകളിൽ താമസിക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് എ 1 3 5 7 വരുമായിരുന്നു. പക്ഷെ ഇപ്പം പറയുന്നത് എന്താണ്? ഈ 2 സ്റ്റേറ്റ്മെന്റ് കൂടെ ഒത്തുചേർത്തപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? എ 4ാമത്തെ ഫ്ലോറിന് അപ്പോൾ താമസിക്കില്ല. അപ്പൊ 4ാമത്തെ മുകളിൽ താമസിക്കില്ലെങ്കിൽ ഈ 2 പോസിബിലിറ്റീസ് പോയില്ലേ? 5 7 വരില്ലല്ലോ എ. യെസ് ആണോ? യെസ്. ഇനി അടുത്ത സപ്പോസ് നമ്മൾ ഇപ്പോഴും 2 പോസിബിലിറ്റി കിടപ്പുണ്ട്. ഇപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ഒത്തുചേർത്തപ്പോൾ നമുക്ക് 2 പോസിബിലിറ്റി ഓൾറെഡി കുറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും നോക്കുക എനെ കുറിച്ചോ വേറെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന്. സോ ഇപ്പൊ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുകയാണ്, എ ഡസ് നോട്ട് സ്റ്റേ ഓൺ ഫസ്റ്റ് ഫ്ലോർ. എ എന്തില്ല? ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നില്ല. അപ്പൊ എ ഫസ്റ്റ് ഫ്ലോറിന്റെ പോസിബിലിറ്റിയും പോയി. അപ്പൊ ഇവിടെ നമുക്ക് പിന്നെ ആ കൂടിയുള്ള പോസിബിലിറ്റി ഏതാണ്? 3 അല്ലേ? 3rd ഫ്ലോർ അല്ലേ? സോ എ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ വരയ്ക്കാലോ. എ സ്റ്റേസ് ഓൺ ദ 3rd ഫ്ലോർ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുണ്ടോ? ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ച് പസിലിനെ സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സമയത്ത് പസിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അനാവശ്യമായിട്ട് കുറെ പോസിബിലിറ്റീസ് വരും. നമ്മൾ എന്ത് ചെയ്യുക? പോസിബിലിറ്റീസ് കൂടുതൽ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ചോദ്യം ആദ്യം വരേണ്ട ഇത്രയേ ഉള്ളൂ, എനിക്ക് എങ്ങനെ ഈ പോസിബിലിറ്റി കുറയ്ക്കാൻ പറ്റും? പോസിബിലിറ്റി കുറയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഏത് എലിമെന്റുമായിട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് വേറെ ഉണ്ടോ എന്ന് നോക്കുക. അതിനെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിനെ ഡെഡ്യൂസ് ചെയ്ത് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് പോസിബിലിറ്റീസ് കുറയ്ക്കുന്നത്. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? ഓക്കെ, നമുക്ക് ലാസ്റ്റ് കാര്യം നോക്കേണ്ടത് ലീനിയറിന്റെ കാര്യം കൂടെ നോക്കിയിട്ട് വി വിൽ
go with the puzzles. Okay. Now, ലീനിയറിൽ 2 ടൈപ്പിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ നേരത്തെ ഫ്ലോറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഫ്ലോർ മാത്രമല്ല, ഫ്ലോറിന്റെ അതേ സിമിലർ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്സിൽ നമുക്ക് മന്ത്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വേറെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനിപ്പോൾ വെറും ബേസിക്കേ പറഞ്ഞുള്ളൂ. ഇത് ഫൗണ്ടേഷൻ ആണ്. ഇതിനെ ബിൽഡ് ചെയ്ത് നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് ഒത്തിരി സോൾവ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, കാണുമ്പോൾ ഇത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത് ആക്ച്വലി ഡിഫിക്കൽട്ട് ആണോ ഇല്ലേ, അത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് ഡു ദിസ്. ഇവിടെ ലീനിയർ അറേഞ്ച്മെന്റിൽ സോ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഉണ്ട്. ഇതേപോലെ ഒറ്റ ലൈൻ തന്നിട്ട് അതിൽ 8 or 9 പേര് ഇരിക്കുന്നുണ്ടെന്ന് പറയാം. സേ 1 2 3 4 5 6 7 8. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസൈഡ് ഔട്ട്സൈഡ് ഉള്ളതുപോലെ ഇവിടെ എന്താണ് നോർത്ത് ഫേസിങ് അല്ലെങ്കിൽ സൗത്ത് ഫേസിങ് ഉണ്ടെന്നുള്ള കേസും ഉണ്ട്. സേ സപ്പോസ് എല്ലാവരും നോർത്ത് ഫേസിങ് ആണ്. ഓക്കെ, ആൻഡ് സപ്പോസ് നമുക്ക് എ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയും, ബി സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ. നമ്മൾ നേരത്തെ സർക്കിളിൽ പഠിച്ചില്ലേ, തേർഡ് ടു ദ റൈറ്റ് ഓഫ് എങ്ങനെയാണ് എണ്ണിയത്? എ കഴിഞ്ഞിട്ട് അടുത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ബി ഇവിടെ വരും. ഇസ് ഇറ്റ് ക്ലിയർ? സോ ബി സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ എന്നും പറയാം, ബി സിറ്റ്സ് 3 places ടു ദ റൈറ്റ് ഓഫ് എ എന്നും പറയാം. ബി സിറ്റ്സ് 3 places ടു ദ റൈറ്റ് ഓഫ് എ. ഇങ്ങനെയും സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കാം. 3 places ടു ദ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ആവി ക്ലിയർ? ഇവിടെയും ഇപ്പൊ സപ്പോസ് ഞാൻ വേറെ പറയാണ്, ബി സിറ്റ്സ് ടു ദ റൈറ്റ് ഓഫ് എ. ബി സിറ്റ്സ് ടു ദ റൈറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് റൈറ്റ് ആണെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് റൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ വേറെ പോസിബിലിറ്റീസ് ഉണ്ട്. സോ ബാക്കിയുള്ള കേസസ് വരച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇതില് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാം നോർത്ത് ഫേസിംഗ് അല്ലേ. നോർത്ത് ഫേസിംഗ് ചെയ്യുമ്പോൾ റൈറ്റ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. നമ്മളുടെ റൈറ്റ് തന്നെയാണ് റൈറ്റ്, എന്നിട്ട് ഇതാണ് ലെഫ്റ്റ്. സോ ദിസ് ഇസ് ലെഫ്റ്റ് ആൻഡ് ദിസ് ഇസ് റൈറ്റ്. ഓക്കെ, നോർത്ത് ഫേസിംഗ് ആയിരിക്കും. നമ്മളെ ലെഫ്റ്റും റൈറ്റും തന്നെയാണ് അതിന്റെ ലെഫ്റ്റും റൈറ്റും വരുന്നത്. ഓക്കെ, നമ്മൾ അതിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ. ഓക്കെ, ഇനി ഇതെല്ലാം സൗത്ത് ഫേസിംഗ് ആണെങ്കിൽ എന്താവും? സോ സപ്പോസ് ഇതെല്ലാവരും സൗത്ത് ഫേസിംഗ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, സൗത്ത് ഫേസിംഗ് ആകുമ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും എന്താവും? നേരെ തിരിയും. ലെഫ്റ്റ് എങ്ങോട്ടാവും? അങ്ങോട്ട് ലെഫ്റ്റ് ആവും. നമ്മൾ ആദ്യം റൈറ്റ് ആയിരുന്നത് ലെഫ്റ്റ് ആവും, എന്നിട്ട് ലെഫ്റ്റ് ആയിരുന്നത് റൈറ്റ് ആവും. ഓക്കെ, ഇത്രയും മാത്രമാണ് ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യം. സോ ഇതേപോലെ തന്നെ ഇവിടെ ഒരു വേറെ ക്വസ്റ്റൻ ഉണ്ട്. ഇവിടെ ഇത് സിംഗിൾ ലൈനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഇതേപോലെ 2 ലൈനിൽ, അതിൽ വേണമെങ്കിൽ അവർക്ക് ഒരാൾ ലൈനിലുള്ള ഒരു നോർത്ത് ഫേസിംഗ് എന്ന് പറയാം, ഒരാളുടെ സൗത്ത് ഫേസിംഗ് എന്ന് പറയാം. ഓക്കെ, അതല്ലെങ്കിൽ രണ്ടും പറയാതെ ചിലവര് സൗത്ത് ഫേസിംഗ് ചിലവർ നോർത്ത് ഫേസിംഗ്, അത് മുകളിലത്തെ റോലും വരാം താഴത്തെ റോലും വരാം. അങ്ങനത്തെ രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഈ ടോപ്പിക്കിൽ ആവശ്യമുണ്ടായിരുന്ന ബേസിക്സ് ആണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ചില സമയത്ത് ഇങ്ങനെ ചില സ്റ്റേറ്റ്മെന്റ്സ് വരാറുണ്ട്. It's nothing to do with this particular thing. Say for example, A sits third to the right of B, who likes red color. Okay, so A എന്താണ്? ബിയുടെ തേർഡ് ടു ദ റൈറ്റിൽ ഇരിക്കുകയാണ്. ഇനി ഈ റെഡ് കളർ ആർക്കാണ് ഇഷ്ടമുള്ളത്? എക്കാണോ ബിക്കാണോ? ചിലർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ചിലർ സം ഓഫ് യു മൈറ്റ് ഹാവ് തോട്ട് ദാറ്റ് എക്ക് വേണ്ടിയാണ് ഈ റെഡ് കളർ, ചിലർ പറയുന്നുണ്ടാവും ബിക്ക് വേണ്ടിയാണെന്ന്. നൗ ലെറ്റ് മീ ടെൽ യു, ഇവിടെ എ സിസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബി. ബിക്ക് ശേഷമാണ് ഈ ഹൂ വന്നേക്കുന്നത്. ഈ ഹൂ എന്ന് പറയുന്നത് ആരാണ് കണക്ട് ചെയ്യുന്നത്? ബിയെ. ഹൂ എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഓക്കെ, എന്നിട്ട് റിലേറ്റീവ് പ്രൊനൗൺ അതിന് തൊട്ട് മുമ്പുള്ള നൗണിനെ അടുത്ത പാർട്ടുമായിട്ട് കണക്ട് ചെയ്യും. സോ എപ്പോഴും മനസ്സിലാക്കണം, ഹൂ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളെയാണ് ആ കളർ ഉദ്ദേശിക്കുന്നത്. സോ ബി എന്താണ്? ബിക്കാണ് റെഡ് കളർ വരുന്നത്. സോ ഇവിടെ ഹൂം വരാം, അല്ലെങ്കിൽ വെറും കോമ വന്നാലും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഹൂ അല്ലെങ്കിൽ കോമ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആളെയാണ് അതിന് ശേഷമുള്ള കാര്യം പറയുന്നത്. പക്ഷെ ഇതിന് പകരം എങ്ങനെയും വരാം. സേ ഹൂ മാറ്റിയിട്ട് ദേ ക്യാൻ പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്. ഇത് നോട്ട്സ് എഴുതി എടുത്തോളണേ. ആൻഡ് എ സിസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബി ആൻഡ് ലൈക്സ് റെഡ് കളർ. അപ്പൊ എ എന്താണ്? ബിയുടെ തേർഡ് ടു റൈറ്റ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അയാൾക്ക് റെഡ് കളർ ഇഷ്ടമുണ്ട്. ആൻഡ് വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ആളെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൂ വന്നിരുന്നെങ്കിൽ അത് തൊട്ടടുത്ത ആളെ, ആൻഡ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആളെ. ഓക്കെ, സോ ഇവിടെ ഈ കേസിൽ റെഡ് ആർക്കാണ്? എക്കാണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ഓൾസോ ക്ലിയർ. സോ ഇത് കുറച്ച് ബേസിക് കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി പസിലിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ആദ്യം തുടങ്ങുന്ന ഏറ്റവും ബേസിക് ലെവൽ പസിലോട്ടാണ്. സോ
ഈവൻ ദോ യു നോ ഇറ്റ്, ചിലർക്ക് ആദ്യമേ ഇതൊക്കെ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് അറിയാമെന്നിരിക്കും. പക്ഷെ പുതിയൊരു കാര്യം, ഞാനൊരു മൈറ്റ് ബി എന്നത് പഠിച്ചിട്ടുള്ള ഫാക്കൽറ്റി സ്റ്റുഡൻസ് ആയിരിക്കില്ല നിങ്ങൾ. സോ മൈറ്റ് ബി യു വിൽ ഗെറ്റ് സംതിങ് ന്യൂ. ഓക്കെ, ആര് പഠിപ്പിച്ചാലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടും. ആ ഒരു മൈൻഡ് സെറ്റോടെ കാണുക. ഓക്കെ, സോ ആദ്യം നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ പസിൽ ഒന്ന് വായിക്കും. ജസ്റ്റ് റീഡ് ദ പസിൽ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ക്വസ്റ്റനിൽ എന്താണ് കിടക്കുന്നത്? സലീം, ജാക്ക്, ബോബ്, നീൽ, ഡേവിഡ്, മൈക്ക് ആൻഡ് ക്രിഷ് ഓൺ ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓഫ് കാർ. ഓക്കെ, അവരിൽ കാർസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹോണ്ട, ജഗ്വാർ, ഓഡി, എന്നിട്ട് സുസുക്കി, BMW, ഫോർഡ്, ടൊയോട്ട. ഓക്കെ, സോ ബേസിക്കലി എത്ര പേരുണ്ട്? 7 പേരുണ്ട്. എന്നിട്ട് 7 കാറും ഉണ്ട്. നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ. അത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. ചില സമയത്ത് അവർ സെയിം ഓർഡർ എന്ന് പറയുകയും ചെയ്യും. അങ്ങനത്തെ ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ഥിരം നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ എന്ന് ശീലമാകുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ, ഇനി ഈച്ച് ഓഫ് ദ 7 men play exactly one sports among tennis, badminton and cricket. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്പോർട്ട് കളിക്കുന്നുണ്ട്. Now Mike owns a Ford. Okay, now here പൊതുവെ പിള്ളേർക്കിടയിൽ ഒരു ഡൗട്ട് വരുന്നത് എന്തിനാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു ബേസ് വെച്ചിട്ടല്ലേ ബാക്കിയുള്ള കാര്യം അറേഞ്ച് ചെയ്യുന്നത്. സോ എപ്പോഴും മനസ്സിലാക്കണം, ഫ്ലോർസ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോർ ബേസ് ആയിട്ട് എടുക്കുക. മന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോർ പറയാതെ മന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ ഡേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ എടുക്കുക. വീക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക് എടുക്കുക. ഫ്ലോർ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോർ പ്രയോറിറ്റി ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കുമ്പോൾ ആരെ ബേസിലാണ് ഈ അറേഞ്ച്മെന്റ്സ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നോക്കുക. അതിനെ ബേസ് ആയിട്ട് എടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ റാങ്ക് ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ റാങ്ക് എടുക്കും ബേസ് ആയിട്ട്. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആളുടെ പേരായിരിക്കും ബേസ് ആയിട്ട് എടുക്കുന്നത്. സോ നമുക്കിവിടെ ഫ്ലോറും ഇല്ല, മന്തും ഇല്ല, വീക്കും ഇല്ല, ഒന്നുമില്ല. സോ നമ്മളിവിടെ ബേസ് എന്തായിട്ട് എടുക്കും? സോ ദ ബേസ് എടുക്കാൻ പറ്റുന്ന എന്താണ്? ആൾക്കാരുടെ പേരാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. അവിടെ പേരെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സലീം, പിന്നെ ജാക്ക്, then you have ബോബ്, പിന്നെ നീൽ, പിന്നെ ഉള്ളത് ഡേവിഡ്, then you have മൈക്ക്, ക്രിഷ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? 1 by 1 സ്റ്റേറ്റ്മെന്റ് വായിക്കും. എന്നിട്ട് ആദ്യം ഡെഫിനറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്ലേസ് ചെയ്ത് പോകും. ഈ ഡെഫിനറ്റ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന സ്ഥലത്താണ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആണ്. ഇന്ന സ്ഥലത്ത് അല്ലെന്ന് പറയുന്നതും ഡെഫിനറ്റ് ആണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് ഇൻഫർമേഷനും ഡെഫിനറ്റ് ആണ്, പോസിറ്റീവ് ഇൻഫർമേഷനും ഡെഫിനറ്റ് ആണ്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മൈക്ക് ഓൺസ് എ ഫോർഡ് ആൻഡ് ഡസ് നോട്ട് പ്ലേ ടെന്നീസ്. നമുക്ക് എത്ര ഗെയിംസ് ഉണ്ട് ഇവിടെ? 3 ഗെയിംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ടെന്നീസ്, പിന്നെ ബാഡ്മിന്റൺ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറഞ്ഞിട്ടുള്ളത് ക്രിക്കറ്റ് ആണ്. അപ്പൊ മൈക്ക് എന്താണ്? ഇത് ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞിട്ട് മൈക്കിന് എന്തുണ്ട്? ഫോർഡ് ഉണ്ട്. എന്നിട്ട് അയാൾ ടെന്നീസ് കളിക്കുന്നില്ല. സോ നമുക്ക് ഇവിടെ എഴുതുമ്പോഴേ മൈക്ക് അവിടെ കിടപ്പുണ്ട്. ഇത് കിടക്കുന്ന മൈക്ക്. സോ ഫസ്റ്റിൽ നമുക്ക് കാർസ് എഴുതാം, എന്നിട്ട് അവിടെ ഗെയിംസ് എഴുതാം. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ. സോ മൈക്കിന് ഉള്ളത് ഫോർഡ് ആണ്. എന്നിട്ട് അയാൾ എന്ത് കളിക്കില്ല? ടെന്നീസ് കളിക്കില്ല. അപ്പൊ അത് ഡെഫിനറ്റ് ഇൻഫർമേഷൻ ആണ്, കളിക്കില്ല എന്ന് പറയുന്നത്. ടെന്നീസ് കളിക്കില്ലെന്നില്ലെങ്കിൽ അയാൾ എന്തൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട്? ഒന്നീ ക്രിക്കറ്റ് അല്ലെങ്കിൽ എന്താണ്? ബാഡ്മിന്റൺ. ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ ആയിട്ട് കളിക്കാം. ഓക്കെ, ടെന്നീസ് അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നീൽ ഓൺസ് ഓഡി ആൻഡ് പ്ലേസ് ടെന്നീസ്. നീൽ എന്താണ്? ഓഡി ഉണ്ട്. വീണ്ടും കാർ ഡെഫിനറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്താണ് കളിക്കുന്നത്? ഗെയിം കളിക്കുന്ന ടെന്നീസ് ആണ്. അപ്പൊ ഈ ഇൻഫർമേഷൻ ഇവിടെ ഫിക്സ്ഡ് ആണ്. ഇവിടെ വേറെ ഒന്നും ഇനി ബാക്കിയില്ല. ആ റോ ഫുള്ള് ക്ലിയർ ആണ്. അടുത്ത് പറയുന്നത് സലീം ഡസൺ പ്ലേ ടെന്നീസ്. സലീം എന്ത് ചെയ്യില്ല? ടെന്നീസ് കളിക്കില്ല. സലീം ടെന്നീസ് കളിക്കില്ലെങ്കിൽ സലീമിന് എന്തൊക്കെ ഗെയിം വരാം? ഡെഫിനറ്റ്ലി ക്രിക്കറ്റ് വരാം, അല്ലെങ്കിൽ ബാഡ്മിന്റൺ വരാം. ഓക്കെ, ഇനി അടുത്ത് ജാക്ക് ഡസൺ ഓൺ എ ടൊയോട്ട. ജാക്കിന്റെ എന്തില്ല? ടൊയോട്ട ഇല്ല. അപ്പോ ജാക്ക് ഇവിടെയാണ്. അയാൾക്ക് ടൊയോട്ട എന്നുള്ള കാറ് ഇല്ല. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ക്രിഷ് ഇസ് ദ ഓൺലി ബാഡ്മിന്റൺ പ്ലെയർ അപ്പാർട്ട് ഫ്രം ജാക്ക്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കും ക്രിഷും മാത്രമേ എന്ത് കളിക്കുന്നുള്ളൂ? ബാഡ്മിന്റൺ കളിക്കുന്നുള്ളൂ. വേറെ ആരും ബാഡ്മിന്റൺ കളിക്കുന്നില്ല. സോ ആ കൂടി 2 പേര് മാത്രമാണ് ബാഡ്മിന്റൺ കളിക്കുന്നത്. അതാരൊക്കെയാണ്? ജാക്കും ക്രിഷും ആണ്. സോ ജാക്ക് ബാഡ്മിന്റൺ ആയി ആൻഡ് ക്രിഷു എന്താണ്? ബാഡ്മിന്റൺ ആയി. ഇനി നോക്ക്, നമ്മളിവിടെ സലീമിന്റെ കാര്യത്തിൽ അയാൾ ടെന്നീസ് കളിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അയാൾ ഒന്ന് ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാലോ, ബാഡ്മിന്റൺ കളിക്കുന്നവർ ആരൊക്കെയാണ്? ജാക്കും ക്രിഷും മാത്രമേ ഉള്ളൂ. വേറെ ആരും ബാഡ്മിന്റൺ കളിക്കില്ല. അപ്പൊ സലീമിന് ബാഡ്മിന്റൺ വരുമോ? ഇല്ലല്ലോ, സലീം ബാഡ്മിന്റൺ വരില്ല. അപ്പൊ സലീം എന്താവും?
ക്രിക്കറ്റ് ആവും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡെഡ്യൂസ് ചെയ്തെടുക്കുന്നത്. സോ ഇവിടെ അതേപോലെ തന്നെ ഈ പറയുന്ന പുള്ളിക്കാരനും എന്താണ്, ഇവിടെ മൈക്കും ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ വരുമായിരുന്നു. പക്ഷെ ഇനി ബാഡ്മിന്റൺ അയാൾക്കും സാധ്യതയില്ല. സോ അയാൾക്കും ആ കൂടെ എന്താ പറ്റുള്ളൂ, ക്രിക്കറ്റ് പറ്റുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. അടുത്ത് ഡേവിഡ് ഓൺസ് എ സുസുക്കി ആൻഡ് ഡസന്റ് പ്ലേ ടെന്നീസ്. ഡേവിഡിന് എന്തുണ്ട്, സുസുക്കി ഉണ്ട്. ആൻഡ് അയാൾ എന്ത് കളിക്കില്ല, ടെന്നീസ് കളിക്കില്ല. അപ്പൊ ടെന്നീസ് കളിച്ചില്ലെങ്കിൽ നമുക്ക് രണ്ട് ഗെയിം ബാക്കിയുള്ളൂ, ക്രിക്കറ്റും ബാഡ്മിന്റണും. പക്ഷെ ബാഡ്മിന്റൺ പറ്റുമോ ഇവിടെ? ഇല്ലല്ലോ. ഓക്കെ. സോ ഇവിടെ എന്താവും, ക്രിക്കറ്റേ വരുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും ഞാൻ എന്താ പറയുന്നത്. ഇത് വളരെ സിമ്പിൾ പസിൽ ആണ്, ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ബട്ട് എനിവേസ് വിൽ സീ. അടുത്ത് neither the Jaguar owner nor the BMW owner plays cricket. അപ്പോ ജഗ്വാർ കളിക്കുന്ന ആൾ, ജഗ്വാർ ഉള്ള ആളും എന്നിട്ട് BMW ഉള്ള ആളും എന്ത് കളിക്കില്ല, ക്രിക്കറ്റ് കളിക്കില്ല. Is that point clear? Yes. ജഗ്വാർ ഉള്ള ആളും BMW ഉള്ള ആളും ക്രിക്കറ്റ് കളിക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമുക്ക് ഇവിടെ ക്രിക്കറ്റ് ഇവിടെ ഉണ്ട്, അവിടെ ഓൾറെഡി വേറെ കാറുണ്ട്, ഇവിടെ ക്രിക്കറ്റ് ഉണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെ വരില്ല, സലീമിന്റെ അടുത്ത് എന്ത് വരില്ല, ജഗ്വാറും വരില്ല, എന്നിട്ട് BMW വരില്ല. കാരണം ഇവർ രണ്ടുപേരും ക്രിക്കറ്റ് കളിക്കില്ല. അപ്പൊ ക്രിക്കറ്റ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാർ അവിടെ വരില്ലല്ലോ. ഇനി അടുത്തുള്ളത് എന്താണ്, ടൊയോട്ട ഓണർ പ്ലേസ് ബാഡ്മിന്റൺ. ടൊയോട്ട ഓണർ എന്താണ്, ബാഡ്മിന്റൺ കളിക്കുന്നുണ്ട്. ടൊയോട്ട ഓണർ നമുക്ക് ബാഡ്മിന്റൺ കളിക്കുന്ന ആരൊക്കെയാണുള്ള, ജാക്കും ഉണ്ട്, ക്രിഷും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഇൻഫർമേഷൻ എഴുതിക്കുന്നുണ്ടോ, ടൊയോട്ട, ജാക്ക് എന്ത് ചെയ്യില്ല, ടൊയോട്ട വണ്ടി ഓടിക്കില്ല. അപ്പോൾ ബാഡ്മിന്റൺ ഉള്ള ആൾക്ക് ടൊയോട്ട എന്ന് പറഞ്ഞു, പക്ഷെ ജാക്കിന് ടൊയോട്ട പറ്റില്ല. അപ്പൊ പിന്നെ അടുത്ത ബാഡ്മിന്റൺ ഒരാളല്ലേ ഉള്ളൂ, ക്രിഷ്. അപ്പൊ ടൊയോട്ട എവിടെ വരും, ടൊയോട്ട വിൽ കം ഹിയർ. ഇസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? ഓക്കെ. സോ അടുത്ത് ലാസ്റ്റ് ഇൻഫർമേഷൻ, ബോബ് ഡസൻ ഓൺ എ BMW. ബോബിന്റെ എന്തില്ല, BMW ഇല്ല. ബോബിന്റെ BMW ഇല്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ. എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ വായിച്ചു, പ്ലേസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം പ്ലേസ് ചെയ്തു. ഓക്കെ. സോ ഇനി നെഗറ്റീവ് ഇൻഫർമേഷൻസ് നോക്ക്. നെഗറ്റീവ് ഇൻഫർമേഷൻ നോക്കുമ്പോൾ സലീമും ബോബും ഈ രണ്ടുപേരിലും എന്തില്ലാത്തതുകൊണ്ട് BMW ഇല്ല. ഇനി BMW വരാൻ സാധ്യതയുള്ള ആകെയുള്ള സ്ഥലം ഏതാണ്, ബാക്കി എല്ലായിടത്തും 4 വണ്ടികൾ ഓക്കുപ്പൈഡ് ആണ്. BMW ഈ 3 സ്ഥലത്തേ വരാൻ പറ്റുള്ളൂ. പക്ഷെ അതിലും സലീമിനും ബോബിനും BMW വരില്ല. അപ്പൊ പിന്നെ BMW എവിടെ വരും, ജാക്കിനല്ലേ വരുള്ളൂ. സോ ജാക്ക് വുഡ് ബിക്കം BMW. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഇനി 2 സ്ഥലമുണ്ട്. ഇനി കാറുകൾ ഏതൊക്കെയാണുള്ളത്, നമുക്ക് ഓഡി കഴിഞ്ഞു, സുസുക്കി കഴിഞ്ഞു, ഫോർഡ് കഴിഞ്ഞു, ടൊയോട്ട കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കാർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ള കാർ എന്ന് പറയുന്നത് ഒന്ന് ഹോണ്ട ഉണ്ട്, എന്നിട്ട് ജഗ്വാർ ഉണ്ട്. ജഗ്വാർ ഒന്ന് ഇവിടെ വരാം അല്ലെങ്കിൽ ഇവിടെ വരാം, 2 സ്ഥലത്തുണ്ട്. പക്ഷെ നമ്മൾ മുകളിൽ സലീമിന് ജഗ്വാർ വരില്ലെന്ന് എഴുതിയിട്ടുണ്ട്. കാരണം സലീം ക്രിക്കറ്റ് ആയതുകൊണ്ട് ജഗ്വാറും BMW ഉള്ള ആൾ ക്രിക്കറ്റ് കളിക്കില്ല. സോ ജഗ്വാർ ഇവിടെ വരും. ഓക്കെ. ജഗ്വാർ മുകളിൽ പറ്റില്ല. സോ ജഗ്വാർ വിൽ കം ഹിയർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്ക് ജഗ്വാർ ലാസ്റ്റ് 2 വണ്ടികൾ ബാക്കി ഉണ്ടായിരുന്നു, ഹോണ്ടയും ജഗ്വാറും. അപ്പൊ 2 സ്ഥലവും ബാക്കി ഉണ്ടായിരുന്നു. ജഗ്വാർ ഇവിടെ പറ്റില്ല, കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ സലീം ജഗ്വാർ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ജഗ്വാറിന് ആ കൂടിയുള്ള സ്ഥലം ഇതാണ്. സോ ജഗ്വാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹോണ്ട ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ഇനി ജഗ്വാറിന് ഏത് വണ്ടിയാണ് വരേണ്ടത്, ജഗ്വാറിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം അറിയാം, ജഗ്വാർ ക്രിക്കറ്റ് കളിക്കില്ല, വണ്ടിയല്ല സോറി ഗെയിം. ജഗ്വാർ എന്തെയാണ്, ക്രിക്കറ്റ് കളിക്കില്ല. ബാഡ്മിന്റൺ ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ്. അപ്പൊ പിന്നെ വേറെ ഏത് ഗെയിമാണ് ഉള്ളത്, ഡെഫിനറ്റ്ലി ടെന്നീസ് മാത്രം. ഓക്കെ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ഇന്നത്തെ നമ്മളെ ഈ ആദ്യത്തെ പസിലിൽ ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ പസിൽ. നിങ്ങൾ ഈ പസിൽ തനിയെ ഒതുക്കി ചെയ്യാൻ നോക്കുക. ഞാൻ എൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത പസിലിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ. സോ ലെറ്റ്സ് സീ. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് പസിൽ ഒന്ന് വായിച്ചു നോക്കുക. പോസ് ചെയ്ത് പസിൽ വായിച്ചതിന് ശേഷം തനിയെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ. എന്നിട്ട് കമന്റിൽ ആരായിരിക്കും ബേസ് വരിക എന്ന് നിങ്ങളൊന്ന് എഴുതിയാൽ. Okay, so that I get to know that whether you are also understanding what should be the base of this particular question. Okay, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 7 friends, Brian, Paul, Qasim, Rustam, Sam, Tom, Winston, each of whom likes a different subjects. Subjects ഏതൊക്കെയാണ്, chemistry, geography, physics, maths, biology, history and sociology, biology, history and okay. There are ranked 1 to 7 in final exams, 1 being the best rank. Okay, rank എപ്പോഴും നമ്മൾ ഫ്ലോർ മോളിൽ നിന്ന് റിവേഴ്സ് ഓർഡറിലാണ് എഴുതുന്നത്, റാങ്ക് എപ്പോഴും നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് എഴുതുന്നത്. ഓക്കെ. അടുത്ത് ലെറ്റ്സ് സീ. ഇവിടെ നമുക്ക് റാങ്ക് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫ്ലോർ ഉണ്ട്, റാങ്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ ബേസ് ആയിട്ട് എടുക്കുക. അതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പേഴ്സൺ ബേസ് ആയിട്ട് എടുക്കുള്ളൂ. അപ്പൊ റാങ്ക് ഉണ്ട്. സോ ലെറ്റ്സ് സേ റാങ്ക് 1, 2, 3, 4, 5, 6, 7. സി ദ തിങ് ഈസ് വേറെ ഏത് ബേസ് എടുത്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും.
പക്ഷെ ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് ഇതേപോലത്തെ കാര്യങ്ങൾ ബേസ് ആയിട്ട് എടുക്കുമ്പോൾ ആൻസർ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ആൻസർ കിട്ടൂലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആൻസർ കിട്ടും, മറ്റേ ചിലപ്പോൾ സമയം കൂടുതൽ എടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഐ എം ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദിസ് ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ് ഓഫ് ടീച്ചിങ് ഫോർ ലാസ്റ്റ് 8 to 9 years. അതിന്റെ ബേസാണ് ഈ പറയുന്നത്. സോ ലെറ്റ്സ് സീ. Qasim likes sociology and he stands above Tom but below Winston. അപ്പോൾ കാസിമിന് എന്താണ് ഇഷ്ടമുള്ള? സോഷ്യോളജിയാണ് ഇഷ്ടമുള്ള. എന്നിട്ട് ടോമിന്റെ മുകളിലും വിൻസ്റ്റന്റെ താഴെയും. ഇവിടെ ഇപ്പൊ നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഉണ്ടോ? ടോം എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുമോ? വിൻസ്റ്റൻ എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുമോ? കാസിം എവിടെ പ്ലേസ് ഉണ്ടോ? ഇല്ല, ഡെഫിനറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു നോട്ട് ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ പറയാൻ എന്താണ്? കാസിമിന് എന്താണ് ഇഷ്ടം? സോഷ്യോളജി. ഓക്കെ, എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ടോമിന്റെ മുകളിൽ ഇമീഡിയറ്റ്ലി അബോവ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ എന്നാൽ നമ്മൾ ടോമിന്റെ മുകളിൽ നിന്ന് എഴുതുക, ഇമീഡിയറ്റ്ലി അബോവ് ആവാതിരിക്കാം. ആൻഡ് ബിലോ വിൻസ്റ്റൺ. അപ്പൊ കാസിം ടോമിന്റെ മുകളിലും വിൻസ്റ്റന്റെ താഴെയാണ്. ഇത് ഇമീഡിയറ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എഴുതുന്നതേ ഉള്ളൂ. വിൻസ്റ്റന്റെ താഴെയാണ്. ഇനി പറയണത് ടോം ഗെറ്റ്സ് ദ വേർസ്റ്റ് റാങ്ക് ആൻഡ് ഹി ലൈക്സ് നൈദർ ജോഗ്രഫി നോർ ഹിസ്റ്ററി. ടോമിന് എന്താണ്? വേർസ്റ്റ് റാങ്ക് ആണ് കിട്ടിക്കുന്നത്. വേർസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോട്ടം റാങ്ക്. ഓക്കെ, അയാൾക്ക് എന്ത് ഇഷ്ടമല്ല? ജോഗ്രഫി ഇഷ്ടമല്ല, എന്നിട്ട് ഹിസ്റ്ററി ഇഷ്ടമല്ല. നമുക്ക് പേരുകൾ ഇവിടെ എഴുതാം, എന്നിട്ട് രണ്ടാമത്തെ കാറ്റഗറിയിൽ സബ്ജക്ട്സ് എഴുതാം. അഗെയിൻ ഇതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത് പറയുന്നത് സാം ലൈക്സ് ഫിസിക്സ് ആൻഡ് സ്റ്റാൻഡ്സ് അബോവ് ബോത്ത് കാസിം ആൻഡ് വിൻസ്റ്റൺ ബട്ട് ബിലോ പോൾ. സാമിന് എന്താണ്? ഫിസിക്സ് ആണ് ഇഷ്ടമുള്ളത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? കാസിമും വിൻസ്റ്റന്റെ മുകളിലാണ് നിൽക്കുന്നത്. കാസിമും വിൻസ്റ്റന്റെ മുകളിലാണ് ആര് വരുന്നത്? സാം. എന്നിട്ട് സാമിന് എന്താണ് ഇഷ്ടമുള്ള? ഫിസിക്സ് ആണ് ഇഷ്ടമുള്ളത്. ഓക്കെ, സാം ലൈക്സ് ഫിസിക്സ് ആൻഡ് ഹി സ്റ്റാൻഡ്സ് ബോത്ത് അബവ് കാസിം ആൻഡ് വിൻസ്റ്റൺ ബട്ട് ബിലോ പോൾ. എന്നാൽ ഈ സാം എന്താണ്? പോളിന്റെ താഴെ. ഇപ്പൊ നമുക്ക് സ്ഥലമില്ല, ഞാൻ ഇവിടെ പോൾ മുകളിൽ എഴുതാം, പോളിന്റെ താഴെ. സോ സാം വിൻസ്റ്റനും കാസിമിന്റെ മുകളിലും പോളിന്റെ താഴെയും, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. റുസ്തം ഗെറ്റ്സ് സെക്കൻഡ് റാങ്ക് ആൻഡ് ഹി ലൈക്സ് നൈദർ കെമിസ്ട്രി നോർ മാത്ത്. റുസ്തമിന് സെക്കൻഡ് റാങ്ക് ആണ്, ഇത് ഡെഫിനറ്റ് ഇൻഫർമേഷൻ ആണ്. എന്നിട്ട് അയാൾക്ക് എന്ത് ഇഷ്ടമല്ല? കെമിസ്ട്രി ഇഷ്ടമല്ല, മാത്സും ഇഷ്ടമല്ല. കെമിസ്ട്രിയും ഇഷ്ടമല്ല ആൻഡ് മാത്സും ഇഷ്ടമല്ല. ഇതുവരെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ആ കൂടി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്ക്. പോൾ ലൈക്സ് ബയോളജി ആൻഡ് ഹി ഹാസന്റ് സെക്യൂർഡ് ദ ബെസ്റ്റ് റാങ്ക്. പോളിന് എന്താണ് ഇഷ്ടമുള്ള? ബയോളജിയാണ് ഇഷ്ടമുള്ളത്. ആൻഡ് അയാൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല. ബെസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റാങ്കിൽ ആര് വരില്ല? പോള് വരില്ല. ഓക്കെ, ഇനി ദ സ്റ്റുഡന്റ് ഹു ലൈക്സ് മാത്ത് ഗെറ്റ്സ് ദ ബെസ്റ്റ് റാങ്ക്. അപ്പോൾ മാത്സ് ആർക്കാണോ ഇഷ്ടമുള്ള അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബെസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക്. അപ്പോൾ ഫസ്റ്റ് റാങ്കിൽ ഇവിടെ സബ്ജക്ട് മാത്സ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റുസ്തം ഡസന്റ് ലൈക്ക് ജോഗ്രഫി. റുസ്തമിന് എന്ത് ഇഷ്ടമല്ല? ഇവിടെ കെമിസ്ട്രി മാത്സും ഓൾറെഡി ഇഷ്ടമല്ല, അതിന്റെ കൂടെ ജോഗ്രഫിയും ഇഷ്ടം വരില്ല. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നോക്ക്, നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. പോൾ, സാം, വിൻസ്റ്റൺ, കാസിം, ടോം, ഇതെല്ലാവരും ഒരു ഓർഡറിൽ ഇവിടെ അറേഞ്ച് ആയി കിടക്കുകയാണ്. ഇനി നമുക്ക് ഒരു കാര്യം അറിയാം, പോൾ എന്തായാലും ഫസ്റ്റ് ഫ്ലോറിൽ വരില്ല. ഓക്കെ, ഫസ്റ്റ് റാങ്ക് പോൾ ഇല്ല. അപ്പോൾ പോള് ഈ റുസ്തമിന്റെ താഴെ എവിടെയെങ്കിലും വരണം. റുസ്തമിന്റെ താഴെ എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്ക്. 1, 2, 3, 4, 5. ഓക്കെ, അതിൽ ഏറ്റവും ബോട്ടം ടോം ആണ്. നമുക്ക് ഇവിടെ വരച്ചിരിക്കുന്ന അറേഞ്ച്മെന്റിൽ ഏറ്റവും ബോട്ടം ടോം ആണ്. അതിന്റെ മുകളിൽ എത്ര പേരുണ്ട്? 1, 2, 3, 4. അപ്പോൾ ടോമിന്റെയും റുസ്തമിന്റെ ഇടയിൽ 1, 2, 3, 4 ആണ്. പോള് ഇവിടെ ഏറ്റവും ലാസ്റ്റ് 3ല്. അതിന്റെ മുകളിൽ പോളിന് പോകാൻ സാധ്യതയില്ല. അപ്പൊ ഈ കിടക്കുന്ന സാധനം അതേപോലെ അങ്ങോട്ട് പ്ലേസ് ചെയ്താൽ കറക്റ്റ് അറേഞ്ച്മെന്റ് ആയില്ലേ? വേറെ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എങ്ങനെ വന്നാലും പോൾ ഫസ്റ്റ് റാങ്ക് വരാൻ പാടില്ല. ആൻഡ് സെക്കൻഡ് റാങ്കിൽ ഓർഡർ റുസ്തമുണ്ട്. പോളിന് വരണമെങ്കിൽ ഇവിടുത്തെ റാങ്കിലേ പറ്റുള്ളൂ. അപ്പൊ പോൾ തേർഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും താഴെ പ്ലേസ് ചെയ്യാൻ പറ്റും. പോൾ ഫോർത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാമും വിൻസ്റ്റൺ, കാസിം, ടോം ഇതൊന്നും താഴോട്ട് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം കിട്ടില്ല. സോ ദ ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ഈസ് പോൾ. നമ്മൾ ഇവിടെ വരച്ചു, അത് ബയോളജി ആണെന്ന് നമുക്കറിയാം. സോ ബയോളജി. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്? നമ്മൾ സാം ഫിസിക്സ് ആണ്. ഓക്കെ, ഐ ഹോപ്പ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് കേട്ട് നോക്കുക. വളരെ സിമ്പിൾ പസിൽസ് ആണ്. പിന്നെ വിൻസ്റ്റൺ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാസിം സോഷ്യോളജി എന്ന് പറയുന്നുണ്ട്. കാസിം സോഷ്യോളജി. ആൻഡ് ലാസ്റ്റ് ടോം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പേഴ്സൺസ് ആയി ഇവിടെ ഒരു ഇതും കൂടെ ഉണ്ട്, ആളും കൂടെ. അതാരായിരിക്കും നമ്മൾ നോക്കണമെങ്കിൽ? ബ്രയൻ ആണ് ഇനി ബാക്കിയുള്ളത്. ഇനി സബ്ജക്ട്സിൽ നമുക്ക് 3 ബാക്കിയുണ്ട്. 1, 2, 3.
അത് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് നോക്കാം. മാത്സ്, ബയോളജി, ഫിസിക്സ്, സോഷ്യോളജി കഴിഞ്ഞു. മാത്സ്, ബയോളജി, ഫിസിക്സ്, സോഷ്യോളജി കഴിഞ്ഞു. പിന്നെ ജോഗ്രഫി, കെമിസ്ട്രി, എന്നിട്ട് ഹിസ്റ്ററി ബാക്കിയുണ്ട്. ജോഗ്രഫി, കെമിസ്ട്രി, ഹിസ്റ്ററി. നാം നോക്ക്, ജോഗ്രഫിയെ സംബന്ധിച്ചോളം ഇവിടെ ജോഗ്രഫി റുസ്തമിനും പറ്റില്ല, ജോഗ്രഫി ടോമിനും പറ്റില്ല, ടോമിനും റുസ്തമിനും ജോഗ്രഫി പറ്റില്ല. അപ്പോൾ പിന്നെ ജോഗ്രഫി ആകെ കൂടി എവിടെ വരുള്ളൂ? ജോഗ്രഫിക്ക് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഹിസ്റ്ററി നോക്ക്. ഹിസ്റ്ററി ഇവിടെ പറ്റില്ല, അപ്പൊ ഹിസ്റ്ററി പിന്നെ എവിടെയല്ലേ വരുള്ളൂ. സോ ദിസ് ഇസ് ഹിസ്റ്ററി. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റ് ബാക്കിയുള്ള ഏതാണ്? കെമിസ്ട്രി. ഓക്കെ, സോ സ്പെല്ലിംഗ് തെറ്റിയ ഇല്ല. യാ, സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ നമ്മൾ 2 പസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 5 വീഡിയോസിൽ ഞാൻ 2 പസിൽസ് വെച്ച് ഡിസ്കസ് ചെയ്യും. അതെല്ലാം ബേസിക് ലെവൽ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി വരാൻ വേണ്ടിയാണ് ആ ബേസിക് ലെവലോട്ടേ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് വരാൻ പോകുന്ന എല്ലാ മൺഡേയും, വെനസ്ഡേയും, ഫ്രൈഡേക്കും ഞാൻ വീഡിയോ ഇടും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടും. ഈ പസിലിന്റെ PDF വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. പിന്നെ ഇത് 1-2 സ്റ്റുഡൻസ് എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പസിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുക. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ഓക്കെ, സോ പ്ലീസ് മേക്ക് ഷുവർ വാച്ച് ദ വീഡിയോ ടിൽ ദി എൻഡ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്തെന്നൊന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് നമുക്ക് വേറെ വീഡിയോസ് ഉണ്ടാക്കേണ്ട മോട്ടിവേഷൻ കിട്ടുന്നത് നിങ്ങളെ കമന്റ്സ് വായിച്ചിട്ടാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ, അത് കൃത്യമായിട്ട് മനസ്സിലായാലും നമുക്ക് ഇനി വേറെ വീഡിയോസ് ഉണ്ടാക്കാൻ തോന്നുള്ളൂ. ഓക്കെ, സോ പ്ലീസ് ഗോ ആൻഡ് ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദാറ്റ്. ആൻഡ് മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.